ഹലോ, ഇത് കണ്ടോ? ഞാൻ നിങ്ങളൊരു കൂട്ടം കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടോ? ഞാൻ ഓസ്ട്രേലിയയിൽ സ്പ്രിങ്ങിൻ്റെ കുറേ ഫ്ലവേഴ്സൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ഈ ഫ്ലവേഴ്സ് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ഫ്ലവറാണ് കേട്ടോ. ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലവറാണ്. ഇത് അത്ര ഓസ്ട്രേലിയയിൽ ഫെമിലിയർ അല്ലാത്തൊരു ഫ്ലവറാണ്. കണ്ടിട്ട് ഇത് കാണുമ്പം ഒരു ഓർക്കിഡിൻ്റെ ഫ്ലവറൊക്കെ പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവരുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്മാമ്മയുടെ വീട്ടിൽ കണ്ടതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നെയ്ബറിൽ ഒരു വല്യമ്മയുടെ വീട്ടിലെ ചെടിയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ പേരറിയില്ല. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ചെടി കാണുന്നത്. ഇത് ഓർക്കിഡിൻ്റെ ഫ്ലവർ പോലെ ഇരിപ്പുണ്ട്. പക്ഷെ എന്ത് ഫ്ലവറാണ് വല്യമ്മയോട് ചോദിച്ചിട്ട് പറയാം ഇതിൻ്റെ പേരെന്താന്ന്. ചേച്ചിക്ക് അറിയാമോ പേര്? ഷാനിക്കറിയാമോ ഇതിൻ്റെ പേര്? ഇന്നലെ ആന്റി പറഞ്ഞായിരുന്നടി. ഒരു ഫോട്ടോ എടുത്തേ. അപ്പം ഞാൻ അവിടുത്തെ അമ്മമ്മയോട് ചോദിച്ചപ്പോൾ അമ്മമ്മ പറയുന്നത് ഇതിൻ്റെ പേരാണ് ഡോഗ് വുഡ് എന്നാണ്. അതായത് നമ്മുടെ പട്ടിയില്ലേ, ഡോഗ് വുഡ്. അപ്പോൾ ഞാനത് സെർച്ച് ചെയ്ത് നോക്കിയ പുള്ളിക്കാരി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇത് ഇവിടെ ഓസ്ട്രേലിയൻ നേറ്റീവ് ഫ്ലവർ അല്ല, ഇത് അമേരിക്കയിൽ നിന്ന് വന്ന ഫ്ലവറാണ്. അപ്പോൾ ഇത് വില നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, അമേരിക്കക്കാരി ആയതുകൊണ്ടായിരിക്കണം ഇതിന് ഇച്ചിരി വില കൂടുതൽ. ഒരു $350 കേട്ടോ ഈ ചെടിയുടെ വില. അപ്പോൾ ഇത് പല കളറിലുണ്ട്. പക്ഷേ ഇത് ഓസ്ട്രേലിയയിൽ വാങ്ങിക്കാൻ വളരെ റെയറായിട്ട് കിട്ടുന്നൊരു ഫ്ലവറാണ്. പക്ഷെ നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ആരെങ്കിലും ഫ്ലവേഴ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ പറയണേ.